നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് നടനും തമിഴകം വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നീറ്റ് ആവശ്യമില്ലെന്നും പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്നും വിജയ് വിദ്യാഭ്യാസ മേഖലയെ കൺകറന്റ് പട്ടികയിൽ നിന്ന് മാറ്റി സംസ്ഥാന പട്ടികയിലാക്കണമെന്നും ആവശ്യം. കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പിടിയിലായത് ബന്ധുവായ അലമീൻ ഹംസ. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണവും പണവും മോഷ്ടാവ് അപഹരിച്ചു. കോഴിക്കോട് കനിവ് സ്നേഹതീരം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി സ്നേഹ സംഗീത സാന്ത്വനം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ നിരാലംബർക്കും നിരാശ്രയർക്കും സംഗീതം ആശ്വാസമാണെന്നും കൈതപ്രം. ആലപ്പുഴ മാവേലിക്കരയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യം. പ്രതിഷേധ പരിപാടി ജനറൽ സെക്രട്ടറി ബിനു ചാങ്കോരത്ത് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മാലുവയിൽ വാക്കുതർക്കത്തിനിടെ 70കാരനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത് ഏഴിക്കര സ്വദേശി ശ്രീകുമാർ. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2020 ലോക ചാമ്പ്യൻസ് ടീം നാട്ടിലെത്തുന്നത് വൈകും. ബുധനാഴ്ച എത്താനിരുന്ന ടീം അംഗങ്ങൾ വ്യാഴാഴ്ച എത്തുമെന്നാണ് വിവരം. ഒമർ ലുലുവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി. മയക്കുമരുന്ന് ചേർത്ത മദ്യം നൽകിയ അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചെന്ന് യുവനടി. അവിവാഹിതനാണെന്നും വരാനിരിക്കുന്ന സിനിമകളിൽ അവസരം നൽകുമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും ആരോപണം. ഇടുക്കിയിലുണ്ടായ വാഹനാപകടത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റത് ബൈസൺ വാലി സ്വദേശി നടരാജിന്. അപകടമുണ്ടായത് കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച്. പരിക്കേറ്റ നടരാജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഡിവൈഡറിലേക്ക് ടോറസ് ലോറി ഇടിച്ചു കയറി. വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. തെറ്റായ റോഡ് അലൈൻമെന്റ് കാരണം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു.